എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ പുതിയൊരു ഷോർട്ട് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശൈലികൾ 4ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 3 ഭാഗങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇല്ലത്തെ പൂച്ച. ഇല്ലത്തെ പൂച്ച. ഇല്ലത്തെ പൂച്ച എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെയും പ്രവേശനമുള്ളയാള്. എവിടെയും പ്രവേശനമുള്ളയാള്. ഇല്ലത്തെ പൂച്ച, എവിടെയും പ്രവേശനമുള്ളയാള്. അടുത്തത്, ഇടിവെട്ടിയ മരം. ഇടിവെട്ടിയ മരം. ഇടിവെട്ടിയ മരം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്തംഭനാവസ്ഥ. സ്തംഭനാവസ്ഥ. ഇടിവെട്ടിയ മരം, സ്തംഭനാവസ്ഥ. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആപത്തിനു മേൽ ആപത്തുണ്ടാവുക. ആപത്തിനു മേൽ ആപത്തുണ്ടാവുക. അടുത്തത്, ഇത്തിൽ പിടിക്കുക. എന്താണ്? ഇത്തിൽ പിടിക്കുക. ഇത്തിൽ പിടിക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാശഹേതു. നാശഹേതു. ഇത്തിൽ പിടിക്കുക, നാശഹേതു. ഇര പിടിച്ച പാമ്പ്. ഇര പിടിച്ച പാമ്പ് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അനക്കമില്ലാത്ത അവസ്ഥ. അനക്കമില്ലാത്ത അവസ്ഥ. ഇര പിടിച്ച പാമ്പ്, അനക്കമില്ലാത്ത അവസ്ഥ. അടുത്തത്, ഇമദോഷം കണ്ണറിയില്ല. ഇമദോഷം കണ്ണറിയില്ല. അതായത് തന്റെ കുറ്റം തനിക്കറിയില്ല. ഇമദോഷം കണ്ണറിയില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്റെ കുറ്റം തനിക്കറിയില്ല. ഉടച്ചു വാർക്കുക. ഉടച്ചു വാർക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുതുക്കുക. ഉടച്ചു വാർക്കുക, പുതുക്കുക. ഇനി ഉദരപൂരണം. ഉദരപൂരണം. ഉദരപൂരണം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉപജീവനം. ഉദരപൂരണം, ഉപജീവനം. ഉദരപൂരണം, ഉപജീവനം. ഉണ്ടചോറിൽ കല്ലിടുക. ഉണ്ടചോറിൽ കല്ലിടുക. ഉണ്ടചോറിൽ കല്ലിടുക എന്ന ശൈലി എന്താണ്? നന്ദികേട് കാട്ടുക. ഉണ്ടചോറിൽ കല്ലിടുക, നന്ദികേട് കാട്ടുക. അടുത്ത ശൈലിയാണ് ഉരുളയ്ക്കുപ്പേരി. ഉരുളയ്ക്ക് ഉപ്പേരി. ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉചിതമായ മറുപടി. ഉരുളയ്ക്കുപ്പേരി, ഉചിതമായ മറുപടി. ഉരുളയ്ക്കുപ്പേരി, ഉചിതമായ മറുപടി. ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സകല വസ്തുക്കളും. സകല വസ്തുക്കളും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല വസ്തുക്കളും. ഉപ്പ് കൂട്ടി തിന്നുക. ഉപ്പ് കൂട്ടി തിന്നുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്ദി കാണിക്കുക. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. അടുത്തതാണ് ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെറുതെ ഭയപ്പെടുത്തുക. ഉമ്മാക്കി കാട്ടുക, വെറുതെ ഭയപ്പെടുത്തുക. ഉമ്മാക്കി കാട്ടുക, വെറുതെ ഭയപ്പെടുത്തുക. ഇനി ഉർവശി ശാപം ഉപകാരം. ഉർവശി ശാപം ഉപകാരം. ദോഷം ഗുണമായി മാറുക. ദോഷം ഗുണമായി മാറുക. ഉർവശി ശാപം ഉപകാരം, ദോഷം ഗുണമായി മാറുക. അടുത്തത്, ഉഴലൂർ ദേവസ്വം. ഉഴലൂർ ദേവസ്വം. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാൾ. ഉഴലൂർ ദേവസ്വം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാൾ. ഉഴലൂർ ദേവസ്വം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നയാൾ.